വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ അടക്കം 86 രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ചുമത്തിയ പകര തീരുവ ഇന്നു മുതൽ നിലവിൽ വരികയാണ്. ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% വരെയാണ് തീരുവ. ഇന്ത്യൻ സമയം രാവിലെ 9:30 മുതൽ തീരുവ നിലവിൽ വരും. ഇതിനിടെ അമേരിക്കൻ ഓഹരി വിപണി വീണ്ടും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറെ കാലമായി ഇങ്ങനെ അഭ്യൂഹമായി നിൽക്കുകയും പിന്നീട് പ്രഖ്യാപനം വരികയും ഒക്കെ ചെയ്ത ആ പകരം തീരുവ ഇന്ന് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിനകം തന്നെ നിലവിൽ വരികയാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര വിപണിയിലും അന്താരാഷ്ട്ര വ്യാപാര വിനിമയ രംഗത്തുമൊക്കെ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനം. എന്തൊക്കെയാണ് ഈ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ, പ്രതിഫലനങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ ആത്മവിശ്വാസത്തിലാണ് അമേരിക്ക ഈ തീരുവയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ലോകത്തിലെ 85ഓളം രാജ്യങ്ങൾ ഇതിനകം അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ആത്മവിശ്വാസം നിറഞ്ഞ പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായത് എന്ന് പ്രധാനമാണ്. കാരണം ഇത്തരത്തിൽ വ്യാപാര യുദ്ധം വരുന്നതോടെ ഈ പകരച്ചുങ്കം, ഈ പകര തീരുവയൊക്കെ പ്രഖ്യാപിക്കുന്നതോടെ അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടായ വലിയ നഷ്ടം ഡൊണാൾഡ് ട്രംപ് കൂസാക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം എന്ത് പ്രശ്നമുണ്ടായാലും, ഏതൊക്കെ രാജ്യങ്ങളുമായി ശത്രുത ഉണ്ടായാലും തൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ അടക്കം 60 രാജ്യങ്ങൾക്കെതിരെയാണ് ഈ പകര തീരുവ ട്രംപ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത്. ചൈനയിലെ ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 125% വരെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയും ഇതിന് രംഗത്തെന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ചൈനയും അമേരിക്ക കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണ് എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഇന്നലെ നടത്തിയിരുന്നു. പക്ഷേ അതിനോട് പ്രതികരിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സമയം, നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ഇന്ത്യൻ സമയം രാവിലെ 9:30 മുതൽ, അമേരിക്കൻ അർദ്ധരാത്രി മുതലാണ് ഈ നിയമം, ഈ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരിക. ഇന്ത്യക്ക് 29% പകര തീരുവ ചുമത്തിയിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ 125% വരെയുള്ള തീരുവകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24 മണിക്കൂറിനുള്ളിൽ US ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ച 34% തീരുവ പിൻവലിച്ചില്ലെങ്കിൽ ഈ തീരുവ ഇത്രയധികം ഉയർത്തുമെന്നായിരുന്നു ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണി എന്നുള്ളതും ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും മുൻപ് ചുമത്തിയ 20%വും ഈ മാസം 2-ന് പ്രഖ്യാപിച്ച 34%വും ഉൾപ്പെടെ 54%ആയിരുന്നു നേരത്തെയുള്ള ഇറക്കുമതി ചുങ്കം. ഇതിനൊപ്പം 50% കൂടി പ്രഖ്യാപിക്കുന്ന അസാധാരണ സാഹചര്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലോകത്ത് വലിയ വ്യാപാര യുദ്ധത്തിന് ഇതിടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. യൂറോപ്പ് അടക്കമുള്ള വിപണികൾ ഏറെ ആശങ്കയോടെയാണ് അമേരിക്കൻ തീരുമാനത്തെ കാണുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. ഇത്തരം തീരുവകൾ പ്രഖ്യാപിക്കുന്നതോടെ പല രാജ്യങ്ങളും തങ്ങൾക്കൊപ്പം എത്തുമെന്നും തങ്ങളോട് ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നുമൊക്കെയുള്ള ആത്മവിശ്വാസമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ പരസ്യമായി തന്നെ ഇതിനകം ട്രംപുമായി സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ പ്രതിനിധികൾ സംസാരിക്കുകയും ചർച്ചയ്ക്ക് തയ്യാറാണ്, കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞു. ഇതിനിടയിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ വീണ്ടും ഇടിവ് സംഭവിക്കുകയാണ്. ഇന്നലെ തുടക്കത്തിൽ ഓഹരി വിപണിയിൽ ഒരു മുന്നേറ്റമുണ്ടായി. ഡൗ ജോൺസ് സൂചികളടക്കം മുന്നേറുന്ന സാഹചര്യമൊക്കെ കണ്ടപ്പോൾ അമേരിക്ക അതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 320 പോയിന്റ് കുറവിലാണ് ഡൗ ജോൺസ് വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് സൂചികയാകട്ടെ 335 പോയിന്റിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു. S&P ആകട്ടെ 80 പോയിന്റിന്റെ ഇടിവ് സംഭവിക്കുന്ന പശ്ചാത്തലം ഉയർന്നു വന്നു. അങ്ങനെ ആഗോള വിപണികളിൽ, ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇതിൻ്റെ പ്രാതിനിധ്യം, ഇതിൻ്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സ്വർണ്ണ വിപണിയിലും വലിയ ചാഞ്ചാട്ടം തുടരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ലോകം ഇതുവരെ കാണാത്ത വിധമുള്ള ഒരു വ്യാപാര യുദ്ധം ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് അമേരിക്കൻ ജനതയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണ ട്രംപ് ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ലോകരാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിക്കുകയായിരുന്നു, അമേരിക്കൻ സമ്പത്ത് വലിയ തോതിൽ ലോകരാജ്യങ്ങളിലേക്ക് ഒഴുകുകയായിരുന്നു എന്ന വികാരമാണ് അമേരിക്കയിലുടനീളം പ്രചരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനുള്ള പ്രതികാര നടപടി അല്ലെങ്കിൽ പകരം നടപടിയായിട്ടാണ് ഈ തീരുവയുമായി ബന്ധപ്പെട്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. ട്രംപിന്റെ ഭ്രാന്തൻ നടപടി എന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോഴും ഇത് അമേരിക്കൻ വ്യാപാര രംഗത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലൊക്കെ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ എത്ര കാലം ഈ പറഞ്ഞതുപോലെ യൂറോപ്പുമായും ചൈനയുമായും മറ്റും ഇത്തരത്തിൽ പോരടിച്ചുകൊണ്ട് ട്രംപിന് മുന്നോട്ട് പോകാനാകുമെന്ന കാര്യമാണ് നോക്കിക്കാണേണ്ടത്. ചില രാജ്യങ്ങളൊക്കെ 80ഓളം രാജ്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ പ്രതീകം കൂടിയാണ്. ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 2.5 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഈ പകര തീരുവ നിലവിൽ വരികയാണ്. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
ഗുഡ് മോർണിംഗ് ശ്രീ സജിമോൻ. ഒരു പക്ഷേ ലോകം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് അമേരിക്കൻ വിപണിയിലേക്കാണ്. എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഈ തീരുമാനത്തിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയൊക്കെ വരും? ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇടിവ് അമേരിക്കൻ വിപണികളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് താൽക്കാലികം മാത്രമെന്നും മറ്റ് മേഖലകളിൽ ഒരു ഉണർവ് പകരാൻ ഈ തീരുമാനത്തിന് കഴിയുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ഡു ഓർ ഡൈ, ഒന്നെങ്കിൽ ഇതുകൊണ്ടെല്ലാം നന്നാവും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയൊരു അധികാരത്തിൽ ഇനിയൊരു ഊഴമെന്നതുപോലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബ്ലഡ് ബാത്ത് ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിലാണോ കാര്യങ്ങൾ? അങ്ങനെ തന്നെയാണോ ആഗോള തലത്തിൽ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ ഈ സിറ്റുവേഷനെ വിലയിരുത്തുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. ഡു ഓർ ഡൈ. അതായത് ട്രംപ് പറയുന്നത് ടാരിഫ് ടാരിഫ് ടാരിഫ്. അദ്ദേഹം കഴിഞ്ഞ 40 വർഷമായിട്ട് ആ വേർഡിനോട് പ്രത്യേക ഒരു അഫിനിറ്റി അദ്ദേഹം കാണിക്കാറുണ്ട്. അത് കഴിഞ്ഞ 2016-20 കാലഘട്ടങ്ങളിലും ഒരു പാർഷ്യലി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിരുന്നു. അതിനുശേഷം 2024 ഇലക്ഷൻ ക്യാമ്പയിനിലും ഒരു മെയിൻ മുദ്രാവാക്യമായിരുന്നു ടാരിഫ് ടാരിഫ് എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഡിക്ഷണറിയിലെ ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേർഡ് ടാരിഫ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് എതിരാളികൾ പറയുന്നത് ടാരിഫ് എന്ന് പറയുന്നത് ടാരിഫ് ഈസ് ടാക്സ്. ടാരിഫ് ഒരു ടാക്സ് ആണ്. അത് അമേരിക്കയിലേക്ക് വരുമ്പോൾ അത് അമേരിക്കൻ ജനതകളുടെ മേളിലുള്ള ഒരു ടാക്സ് ആണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ടാരിഫ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജനതകളുടെ മേലുള്ള ടാക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കണോമിസ്റ്റ് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ടാരിഫ് എന്ന് പറയുന്നത് ടാക്സ് എന്ന് വേണമെങ്കിലും പറയാം എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനൊരു വലിയൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് ഇത് വളരാനായിട്ടുള്ള കാരണവും അമേരിക്കൻ വിപണി മാത്രമല്ല, ലോകമാകമാനമുള്ള ഓഹരി വിപണികൾ ഇപ്പൊ റാറ്റിലായിരിക്കുവാണ്. അത് നമ്മൾക്ക് കാണാൻ കഴിയും. അത് അമേരിക്കൻ എങ്ങനെ 5%, 10% അമേരിക്കൻ ഓഹരി വില ഓരോ ദിവസവും ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും ആ പ്രതിഭാസം കാണാം, ചൈനയിലും കാണാം, യൂറോപ്യൻ മാർക്കറ്റിലും കാണാം, ഓസ്ട്രേലിയൻ മാർക്കറ്റിലും കാണാം എന്നുള്ള കാര്യവും നമുക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇവിടെയുള്ള ഒരു സംസാരം അല്ലെ ഒരു ടോക്ക് എന്ന് പറയുന്നത് അമേരിക്ക എപ്പോഴും അമേരിക്കയെ മിസ്യൂസ് ചെയ്യുകയായിരുന്നു സഖ്യരാഷ്ട്രങ്ങളും. അതായത് അന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിന്റെ ലോണിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ അമേരിക്കയെ യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ടാരിഫ് എന്നാണ് പറയുന്നത്. കാരണം ഒരു പരിധി വരെ ശരിയാണ്. കാരണം അമേരിക്കയുടെ ആവറേജ് ടാരിഫ് 2.8% ആണ് എങ്കിൽ സഖ്യകക്ഷികൾ 20%, അതോടൊപ്പം ഇന്ത്യ പോലുള്ള സുഹൃത്ത് രാജ്യങ്ങൾ 50 മുതൽ 75% വരെ ടാരിഫ് എടുക്കുന്ന അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 ലെയറിൽ ഏപ്രിൽ 1 അല്ലെങ്കിൽ ഏപ്രിൽ 2 തൊട്ട് 3 ലെയറിൽ ഇത് പോകണം എന്നുള്ളതായിരുന്നു. ബേസ് ടാരിഫ് ഏപ്രിൽ 2 തുടങ്ങി. അതിനുശേഷം പ്രിഫറൻഷ്യൽ റേറ്റിൽ 10% എന്നുള്ള ടാരിഫ് ഉയർത്തി. ഇന്ന് മുതൽ 25%, അതിനു മുമ്പ് ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ചെയ്തിരുന്നു. ഇന്നു മുതൽ ഉള്ള ടാരിഫ് എന്ന് പറയുന്നത് 67%. ചൈന ഇങ്ങോട്ട് ടാരിഫ് ഉണ്ടായിരുന്നെങ്കിൽ 34, പിന്നെ 20, 54 കിടക്കുകയായിരുന്നു. അതിനുശേഷം റിട്ടാലിയേറ്റ് ടാരിഫ് എന്നുള്ള രീതിയിൽ ഇന്ന് രാത്രി മുതൽ 104% ടാരിഫ്, മീൻസ് 54-നോടൊപ്പം അഡീഷണൽ 50 കൊണ്ട് ചേർത്ത് 104-ലേക്ക് പോവുകയാണ്. അതോടൊപ്പം ഇന്ത്യ ഇങ്ങോട്ടേക്കുള്ളത് 52% ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് 26-ലേക്ക് പോകുന്നു. ജപ്പാന് 46 ആയിരുന്നു അമേരിക്കയിലേക്ക് ഉണ്ടായിരുന്നത്, എങ്കിൽ അത് 24-ലേക്ക് പോകുന്നു. വിയറ്റ്നാം 90%, അത് 46%, അങ്ങനെയൊക്കെ പോകുന്നു. ഇതിനൊക്കെ ബേസ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കന്റെ ഫെഡറൽ ബഡ്ജറ്റിനകത്ത് 914 ബില്യൺ ഡെഫിസിറ്റ് ആണ് ഓരോ വർഷവും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കാരണം. അപ്പൊ അതിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു ഇക്കണോമിക് ഉന്നം എന്ന് പറയുന്നത്. എന്നാൽ എന്തുമാത്രം അത് പ്രസക്തി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിബേറ്റബിൾ ആണ്. കാരണം ട്രംപിന്റെ അടുത്ത സുഹൃത്തായ ഇലോൺ മസ്ക് പോലും അതിൽ എതിരായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് ഇലോൺ മസ്കും ട്രംപിന്റെ സീനിയർ അഡ്വൈസറുമായ പീറ്റർ നവാറയുമായിട്ടുള്ള ഒരു വാക്പോര് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മസ്ക് പീറ്റർ നവാറെ വിശേഷിപ്പിച്ചത് ബോയ്സ് ആർ ഗോയിങ് ടു ബി ബോയ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ഇലോൺ മസ്കിന്റെ പോളിസി അനുസരിച്ചിട്ട് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്പ് ഇത് ഒരു ടാരിഫ് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡ് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആശയം. എന്നാൽ ട്രംപിന്റെ ആശയം പറയുന്നത് റെസിപ്രോക്കൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ റെസിപ്രോക്കൽ എന്ന് ട്രംപ് പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ വരുന്നത് ഒരു കൈൻഡ് ഓഫ് റെസിപ്രോക്കൽ ആണ്, എന്നാൽ ഫുൾ റെസിപ്രോക്കൽ അല്ല. പറയാൻ കാരണം ഇന്ത്യയിൽ നിന്ന് 52% ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് 26% റെസിപ്രോക്കൽ ആണെങ്കിൽ 52 തന്നെ ആയിരിക്കണം, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന്
പറയുന്നത് ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം നടുങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യ ഉൾപ്പെടെ, യൂറോപ്പ് ഉൾപ്പെടെ, ഓസ്ട്രേലിയ ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ട്രംപിന്റെ ആ വിരട്ടൽ ഫലിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. കാരണം 50ഓളം റിക്വസ്റ്റുകൾ, രാജ്യങ്ങളുടെ റിക്വസ്റ്റുകൾ ട്രേഡ് റീനെഗോഷിയേഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് എനിക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റുകളില്ല, എന്നാൽ അവരുടെ ഒരു സംസാരം അതാണ്. 50-ലധികം രാജ്യങ്ങൾ ഇവിടെ വന്ന് നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ജപ്പാൻ പ്രൈം മിനിസ്റ്റർ, അവരുമായിട്ടുള്ള നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. അപ്പം വളരെ സുഹൃത്ത് ബന്ധങ്ങളുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ഈ ഒരു ട്രേഡ് പോരിലേക്ക് പോവാൻ ഒരു സൈഡിൽ പോകുന്നുണ്ട്, എന്നാൽ മറു സൈഡിൽ കൂടെ നെഗോഷിയേഷൻ നടക്കുന്നത് എന്നുള്ളത് ഒരു ആശ്വാസജനകമാണ്. എന്നാൽ 914 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് സേവ് ചെയ്യാനായിട്ട് ഒരു സൈഡിൽ ശ്രമിക്കുമ്പോൾ അമേരിക്കൻ ഓഹരി വിപണിയിൽ തന്നെ ഏകദേശം 6 ട്രില്യന്റെ ട്രേഡ് ലോസ് ആണ് 2 ദിവസം കൊണ്ട് ഉണ്ടായത്. അതൊരു ബ്ലഡ് ബാത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് കാലത്തെ എല്ലാവർക്കും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ഓഹരി വിപണി ഏകദേശം 1500 പോയിന്റ് ഡൗ ജോൺസ് ഒക്കെ മുന്നേക്ക് കുതിക്കുന്നത് കണ്ടു. എന്നാൽ ആ കുതിപ്പ് അതേപോലെ തന്നെ കിതപ്പായിട്ട് വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ ഇവിടുത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 350 പോയിന്റ് നഷ്ടത്തിലേക്കാണ് പോയത്. എനിക്ക് മനസ്സിലായത്, എനിക്ക് ചെറിയൊരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2-3 ദിവസം വരുമ്പോൾ ഒരു ഹെവി ഷോർട്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് നടക്കും. അപ്പൊ മോർണിംഗ് ട്രേഡിംഗിന് 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം വരുമ്പോൾ സ്റ്റോക്ക് ബൈബാക്ക് ചെയ്ത് ആ ഷോർട്ടിനെ കവർ ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്. എനിക്ക് തോന്നുന്നത് അതാണ് ഇവിടെ നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് മോർണിംഗിൽ. അപ്പൊ ആ കവറിംഗ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് റിയാലിറ്റിയിലേക്ക് വന്നു. അതോടൊപ്പം ട്രംപിന്റെ ഒരു അടുത്ത പ്രഖ്യാപനവും വന്നു. ഈ പറഞ്ഞ റിയാലിറ്റിയുള്ള അഡീഷണൽ 50% ടാക്സ് അതുകൂടെ വന്നു. അപ്പൊ 104 എന്ന് വരുന്നു. അപ്പൊ മാർക്കറ്റിന് ഒരു ആശ്വാസജനകമായ ഒരു വേർഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതി, എന്നാൽ അത് ഉണ്ടാവുന്നില്ല. ട്രംപ് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പോളിസിയിൽ തന്നെ അദ്ദേഹം പറയുന്ന ടാരിഫ് എന്നതിൽ തന്നെ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശയത്തിലാണ് പോകുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം മാർക്കറ്റ് പിന്നെ തിരിച്ച് കൂപ്പുകുത്തി പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡോക്ടർ സജിമോൻ ആന്റണിയാണ് വളരെ വിശദമായി വിവരങ്ങൾ നൽകിയത്. ലോകം അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഈ ടാരിഫ്, ഇപ്പോൾ ഡോക്ടർ സജിമോൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ട്രംപ് എന്നും പറഞ്ഞിട്ടുള്ളത് ടാരിഫാണ്. അങ്ങനെ ചൈനയ്ക്കു എതിരെ ഏറ്റവും കൂടിയ തീരുവ ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്കെതിരെയാണ്. ഒരു ട്രേഡ് വാറിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലുള്ള ഈ പകര തീരുവ 2-2.5 മണിക്കൂറിനകം നിലവിൽ വരും. CPIയുടെ യോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വലിയ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചത് മത്സരം വന്നാൽ ആ യോഗങ്ങൾ, ആ സമ്മേളനങ്ങൾ തന്നെ നിർത്തിവെക്കുമെന്ന തരത്തിലുള്ള ഒരു സർക്കുലറൊക്കെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത്തവണ CPIയുടെ സമ്മേളനത്തിന് ഇത്രയേറെ മാധ്യമ ശ്രദ്ധ കൈവരുന്നത്. വലിയ ജനാധിപത്യം ഒക്കെ പറയാറുണ്ടെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ എങ്ങനെയാണ് പാർട്ടി പെരുമാറുന്നത് എന്നത് വലിയ വിവാദ വിഷയവും വിമർശന വിധേയമായ വിഷയമൊക്കെ ആയി നിൽക്കുകയാണ്. CPI സമ്മേളനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്നു കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും.
വിശദമായ വാർത്തകളിലേക്ക് വീണ്ടും. CPIയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെയും മറ്റന്നാളും സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്. സമ്മേളനങ്ങളിൽ മത്സര വിലക്ക് ഏർപ്പെടുത്താനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൌൺസിലിൽ വിമർശനം ഉയർന്നേക്കും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, വളരെ കൗതുകമുള്ള ഒരു സർക്കുലർ ആയിരുന്നു CPIയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്നത്. ആ സർക്കുലർ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായതിനു ശേഷമാണ് ഈ ഉന്നത തലയോഗങ്ങൾ, നേതൃയോഗങ്ങൾ ചേരുന്നത്. സ്വാഭാവികമായും അത് ചർച്ചയാവും. ഒപ്പം K. ഇസ്മായിലിനെതിരായ നടപടി വരും. എന്തൊക്കെയാണ് CPI ഈ 3 ദിവസത്തെ CPI നേതൃയോഗത്തിൽ പ്രതീക്ഷിക്കുന്നത്? CPIയുടെ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ പുരോഗതിയും ജില്ലാ സമ്മേളനം അടക്കമുള്ളവയുടെ തയ്യാറെടുപ്പുകളുമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ 23 മുതൽ 25 വരെ തലസ്ഥാനത്ത് CPIയുടെ ദേശീയ കൌൺസിൽ യോഗം ചേരുന്നത്. അതിന്റെ ഒരുക്കങ്ങളും ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ വരാനുള്ളത്, നമ്മൾ ഇന്നലെ പുറത്തോട്ടൊരു വാർത്തയുണ്ട്. CPI സമ്മേളനങ്ങളിൽ മത്സര വിലക്ക് ഏർപ്പെടുത്തുന്നു. അതായത് CPIയുടെ ജനകീയ ജനാധിപത്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പറയുന്നൊരു പാർട്ടിയിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിൽ മത്സരങ്ങൾ ഉണ്ടാകാതെ നോക്കണമെന്ന കർശന നിർദ്ദേശം ജില്ലാ ഘടകങ്ങൾക്ക്, ജില്ലാ എക്സിക്യൂട്ടീവിന് സംസ്ഥാന നേതൃത്വം നൽകുകയാണ്. അതിന് കാരണം CPI ഇത്തവണ വലിയ തർക്കങ്ങൾ ഉണ്ടാകാം, മത്സരങ്ങളിലേക്ക് സമ്മേളനങ്ങൾ പോകാം, നേതൃത്വത്തിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാമെന്ന ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ട്. അത് മുന്നിൽ കണ്ടാണ് മത്സരങ്ങൾ വിലക്കിക്കൊണ്ടുള്ള ഒരു സർക്കുലർ തന്നെ CPIയുടെ നേതൃത്വം തയ്യാറാക്കിയതും അത് ജില്ലാ ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തതും. അതിനെ ന്യായീകരിച്ചാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം അടക്കമുള്ളവർ രംഗത്ത് വന്നത്. പാർട്ടിയുടെ നന്മയ്ക്ക് കരുതി, നല്ലതിനെ കരുതി പല തീരുമാനങ്ങളും CPI എടുക്കാതെ അവരുടെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. K. രാജൻ, എക്സിക്യൂട്ടീവ് അംഗം, അദ്ദേഹവും ഇത്തരത്തിലുള്ള സർക്കുലറെ ശരിവെച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ നിന്ന് D. രാജ പറഞ്ഞത് അങ്ങനെയൊന്നും കഴിയുന്ന കാര്യമില്ല. അത് തന്റെ ശ്രദ്ധയിൽപ്പെട്ട മറുപടിയായിരുന്നു D. രാജയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾക്കോ വിമർശനങ്ങൾക്കോ സാധ്യതയില്ല. കാരണം എക്സിക്യൂട്ടീവ് ചേർന്നെടുത്ത തീരുമാനമാണിത്. പക്ഷേ സംസ്ഥാന കൌൺസിൽ നാളെയും മറ്റന്നാൾ നടക്കുമ്പോൾ സ്വാഭാവികമായി വിഷയം ചർച്ചയ്ക്ക് വരും. വലിയ അമർഷം പൊതുവിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഉണ്ട്. അത് ആ ചർച്ചയിൽ പ്രതിഫലിക്കും. K. ഇസ്മായിലിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തെ 6 മാസം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരുന്നു. നാളെ ആരംഭിക്കുന്ന സംസ്ഥാന കൌൺസിലിന്റെ അനുമതി, അംഗീകാരമാണ് അതിന് വേണ്ടത്. അതിലും എതിർപ്പുള്ള ഇസ്മായിലിന്റെ ഭാഗത്ത് അത്ര ഗുരുതരമായ വീഴ്ച സംഭവിച്ചില്ല എന്ന് കരുതുന്ന നിരവധി നേതാക്കളുണ്ട്. സ്വാഭാവികമായും ആ വിഷയവും ഈ കൌൺസിൽ പരിശോധിക്കപ്പെടും. കൌൺസിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനും കഴിയുകയുള്ളൂ. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ നേതൃയോഗങ്ങൾക്കാണ് തുടക്കമാവുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിൽ ഒന്നായ MSC തുർക്കിയുടെ ബർത്തിങ് ഇന്ന് വിഴിഞ്ഞത്ത് നടക്കും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറും ഇന്ന് ഒപ്പുവെക്കും. വിവരങ്ങൾ അരുൺ തന്നെ നൽകും. അരുൺ, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ ചെറിയ സ്റ്റെപ്പും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നു, ബർത്തിങ് നടക്കുന്നു. അതേ ദിവസം തന്നെയാണ് ഈ VGF കരാറിലും ഒപ്പിടുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? VGF കരാർ വിഴിഞ്ഞത്തിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി വലിയ തർക്കം സംസ്ഥാനത്തുണ്ടായിരുന്നു. കാരണം VGF വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിക്കുന്നത് സാധാരണഗതിയിൽ സഹായമായി അനുവദിക്കുന്നതാണ്. കാരണം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ലാഭമുണ്ട്. ആ ലാഭം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സഹായമായി ലഭിക്കുക എന്നുള്ളതായിരുന്നു സാധാരണഗതി. മറ്റു പല തുറമുഖങ്ങൾക്ക്, തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങൾക്ക് ആ രീതിയിലാണ് VGF കേന്ദ്രം നൽകിയത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ മാത്രം, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മാത്രം പ്രത്യേകമായ ഒരു നിലപാട് കേന്ദ്രം എടുക്കുകയായിരുന്നു. അത് വലിയ വിമർശനം കേന്ദ്രത്തിന് ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെ കത്തയക്കുകയും ചെയ്തിരുന്നു. പലതവണ കേന്ദ്ര മന്ത്രിമാരെ കണ്ട് സംസ്ഥാന മന്ത്രിമാർ നിവേദനം നൽകി. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. കേന്ദ്രം നിലപാടിൽ ഉറച്ചു നിന്നു. 817.80 കോടി രൂപയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി സംസ്ഥാനം സ്വീകരിക്കുന്നത്. സ്വീകരിക്കേണ്ട അഭിപ്രായമൊക്കെ രാഷ്ട്രീയമായി ഉയർന്നു വന്നുവെങ്കിലും ഇപ്പോൾ അത് സ്വീകരിക്കുക തന്നെയാണ് ഉചിതം. വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുക, അടുത്ത ഘട്ടത്തിലേക്കും കടക്കാൻ അത് സ്വീകരിക്കണമെന്ന് തന്നെ സർക്കാർ നിലപാടെടുത്തു. അതിന്റെ കരാറാണ് ഇന്ന് ഒപ്പിടുന്നത്. 2 കരാറുകളാണ് ഇന്ന് സർക്കാർ ഒപ്പുവയ്ക്കുന്നത്. ഒന്ന്, അദാനി കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യത്തേത്. തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ, അതായത് ഈ ലാഭവിഹിതവും പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരാർ
ശാരദാ മുരളീധരനും ഒപ്പുവയ്ക്കും. 12 മണിക്കാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് വിഴിഞ്ഞത്തിന്റെ മുന്നോട്ട് പോക്കിന്. കേന്ദ്രത്തിൽ തിരിച്ചടക്കേണ്ട സഹായമാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ആ കരാർ ഒപ്പിടാൻ സർക്കാർ തയ്യാറാകുന്നത്. നേരത്തെ ഇതിന് നിയമ നടപടി സ്വീകരിക്കാനൊക്കെ സർക്കാർ ആലോചിച്ചത്, പക്ഷേ അത് വലിയ കാലതാമസം ഉണ്ടാക്കുമ്പോൾ തിരിച്ചറിഞ്ഞാണ് VGF കേന്ദ്ര നിബന്ധനകൾ പാലിച്ചുകൊണ്ട് VGF സ്വീകരിക്കാൻ സംസ്ഥാനം തയ്യാറായത്. അതിന്റെ കരാറാണ് ഒപ്പിടുന്നത്. വിഴിഞ്ഞം ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് അടുക്കുകയാണ്. അതുതന്നെയാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകതയും. എത്ര വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്കും മദർ ഷിപ്പുകൾക്കും നങ്കൂരമിടാൻ കഴിയുന്ന തുറമുഖമാണ് വിഴിഞ്ഞത്തേത്. ഒരുപക്ഷെ സർക്കാരും ഈ പോർട്ട് അധികൃതരുമൊക്കെ വിചാരിച്ചാലും വേഗത്തിൽ വിഴിഞ്ഞം മുന്നോട്ട് പോവുകയാണ്. ലാഭമുണ്ടാക്കുന്നു, നിരവധി കപ്പലുകൾ വന്നു പോകുന്നു, ചരക്ക് നീക്കം അതിവേഗം പുരോഗമിക്കുന്നു. അങ്ങനെ വിഴിഞ്ഞം സർക്കാരും അധികൃതരുമൊക്കെ പ്രതീക്ഷയും അപ്പുറത്തേക്ക് ഒരു വിജയമായി മാറുകയാണ് വളരെ തുടക്കത്തിൽ തന്നെ. ശ്രീജ, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മിക്കവാറും അടുത്ത മാസം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി നിർവഹിച്ചേക്കും എന്ന വാർത്ത കൂടി അതിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് വിഴിഞ്ഞം കേരളത്തിന്റെ പുരോഗതിയിലേക്കുള്ള യാത്രയിൽ ഒരു വലിയ ദിശാസൂചികയായി മാറുകയും ചെയ്യുന്നത്. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വേഗത്തിലാക്കാൻ ED. അന്തിമ കുറ്റപത്രം ഈ മാസം സമർപ്പിക്കും. K. രാധാകൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതില്ലെന്നാണ് EDയുടെ നിലപാട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്നലെ K. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കായിരുന്നു ചോദ്യം ചെയ്യൽ. ഇപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഈ കുറ്റപത്രം ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ശ്രീജ, എന്തായാലും K. രാധാകൃഷ്ണനെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതോടുകൂടി ഈ കേസിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കുറ്റപത്രം ഈ മാസം അവസാനം തന്നെ നൽകാനാണ് EDയുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം വേഗത്തിലാക്കി. അങ്ങനെ ഈ മാസം അവസാനം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും K. രാധാകൃഷ്ണനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബന്ധമില്ല എന്ന് തന്നെയാണ് EDയും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ വിശ്വസിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റപത്രത്തിൽ ആരൊക്കെയാകും പ്രതികളാകുക എന്നതാണ് ഏറെ നിർണായകമായിരിക്കുന്നത്. CPMനെയും കേരള സർക്കാരിനെയും വലിയ രീതിയിൽ പിടിച്ചുലച്ച ഒരു കേസ് കൂടിയായിരുന്നു ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ഇതിൽ CPMന്റെ തന്നെ അക്കൗണ്ടുകൾ ഇപ്പോഴും മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ അക്കൗണ്ടുകൾ വഴി നിരവധി തട്ടിപ്പുകളാണ്, പണം തട്ടിയെടുത്തുവെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് പ്രതികളാകുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ ആദ്യത്തെ കുറ്റപത്രത്തിൽ തന്നെ ചിലരെ പ്രതിയാക്കിയിരുന്നു. ഇതിലൊരു അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ CPMന്റെ ഉന്നത നേതാക്കളും ഇതിൽ പ്രതികളായേക്കുമെന്നൊരു സൂചന കൂടി ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എന്നായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക, ഏതൊക്കെ CPM നേതാക്കളെ ആയിരിക്കും ഇതിൽ പ്രതിയാക്കിയിരിക്കുക എന്നതാണ് ഇനി ഏറെ നിർണായകമായിരിക്കുന്നത്. എന്തായാലും K. രാധാകൃഷ്ണന് ആശ്വാസം എന്ന് തന്നെ പറയാം. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും തനിക്കറിയാവുന്ന കാര്യങ്ങളിലെല്ലാം രേഖകളടക്കം സമർപ്പിച്ചിട്ടുണ്ട്. തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവുമില്ല എന്ന K. രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും EDയും ആ ഒരു ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിൽ K. രാധാകൃഷ്ണനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ED വൃത്തങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ, അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും CPMന്റെ ഉന്നത നേതാക്കൾ ഇതിൽ പ്രതിയാകുന്നത് എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ EDയുടെ കുറ്റപത്രം, അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ശ്രീജ, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോടതി ഫീസ് വർധനയ്ക്കെതിരെ ഹൈക്കോടതി അഭിഭാഷകർ ഇന്ന് കോടതി ബഹിഷ്കരിക്കും. ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കോടതി ബഹിഷ്കരണം. കോടതി ചെലവുകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാനത്ത് വിവിധ ബാർ അസോസിയേഷനുകളും ഇന്ന് കോടതി ബഹിഷ്കരിക്കുന്നുണ്ട്. വഖഫ് ബിൽ സാമൂഹിക നീതിയിലേക്കുള്ള താക്കോലാണെന്ന് ന്യൂസ് 18 സംഘടിപ്പിച്ച റൈസിംഗ് ഭാരത് സമ്മിറ്റ് 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രീണന രാഷ്ട്രീയത്തെ പ്രധാനമന്ത്രി വിമർശിച്ചു. നക്സലൈറ്റ് ഭീകരത ഫലപ്രദമായി തടയാൻ സർക്കാരിന് കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. Ladies and gentlemen, Prime Minister of Bharat, Shri Narendra Damodar Das Modi. Big round of applause for him, please, as he graces Rising Bharat 2025.
प्रधानमंत्री जी आपका स्वागत है। नमस्ते। സാമൂഹിക നീതിക്കായുള്ള സുപ്രധാന നീക്കമാണ് വഖഫ് ബിൽ പാസാക്കുന്നതിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പ്രീണന രാഷ്ട്രീയം കളിക്കുന്നുവെന്നും വഖഫ് പ്രതിഷേധങ്ങളിലൂടെ തീവ്ര നിലപാടുകളെ ശാക്തീകരിക്കുന്നുവെന്നും ഭൂമാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ന്യൂസ് 18 റൈസിംഗ് ഭാരത് സമ്മിറ്റ് 2025 മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. अब एनओसी और कानूनी उलझनों में फंसी पड़ी है। मंदिर हो, चर्च हो, गुरुद्वारे हो, खेत हो, सरकारी जमीनें हो, किसी को भी अब भरोसा नहीं रह गया था कि उनकी जमीन उनकी ही रहेगी। सिर्फ एक नोटिस आता था और लोग अपने ही घर और खेत के लिए कागज ढूंढते रह जाते थे। जो कानून न्याय के लिए था वो डर का कारण बन गया। ये कैसा कानून था? साथियों, मैं देश की संसद को सर्व समाज के हित में, मुस्लिम समाज के हित में एक शानदार कानून बनाने के लिए बधाई देता हूं। अब वक्फ की पवित्र भावना की भी रक्षा होगी और गरीब, पसमानदा मुसलमान, महिला, बच्चे सबके हक भी महफूज रहेंगे। वक्फ बिल पर हुई बहस हमारे संसदीय इतिहास की दूसरी सबसे लंबी डिबेट थी। 75 साल में दूसरी सबसे लंबी डिबेट। इस बिल को लेकर दोनों सदनों को मिलाकर 16 घंटे चर्चा हुई. കാശ്മീരിലെ കലാപം തടയുന്നതിനും നക്സലൈറ്റ് ഭീകരത ഇല്ലാതാക്കുന്നതിനും മുൻ സർക്കാരുകൾ വേണ്ടത്ര ശ്രമിച്ചില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. മുൻപ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചതാണെന്നും ഐക്യത്തിലും സഹവർത്തിത്വത്തിലും വിശ്വസിക്കുന്ന സാധാരണ മുസ്ലിങ്ങളുടെ ഇഷ്ടത്തെ അത് പ്രതിഫലിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, आप नक्सलवाद को भी देखिए. देश के 125 से अधिक जिले नक्सलवाद की चपेट में, हिंसा की चपेट में थे. 125 डिस्ट्रिक्ट. जहां से नक्सलवाद शुरू होता था वहां सरकार की बाउंड्री खत्म हो जाती थी. बड़ी संख्या में नौजवान नक्सलवाद से पीड़ित थे. हमने ऐसे नौजवानों को मुख्य धारा में लाने के लिए प्रयास किए. बीते 10 वर्षों में 8,000 से अधिक नक्सलियों ने सरेंडर किया है, हिंसा का रास्ता छोड़ा है. आज नक्सल प्रभावित जिलों की संख्या भी 20 से कम रह गई है. हमारे नॉर्थ ईस्ट में भी दशकों से अलगाव का, हिंसा का एक अंतहीन सिलसिला चल रहा था. हमारी सरकार ने बीते 10 सालों में 10 बड़े शांति समझौते किए. इस दौरान 10,000 से ज्यादा युवाओं ने हथियारों को छोड़ा और विकास की मुख्य धारा में शामिल हुए. सफलता सिर्फ ये नहीं है कि हजारों युवाओं ने हथियार छोड़े. सफलता ये भी है कि इसने हजारों नौजवानों का वर्तमान और भविष्य बचाया है. ആഗോള വെല്ലുവിളികൾ ഇന്ത്യയെ പിന്തിരിപ്പിച്ചില്ല. ഒരു ദശാബ്ദത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കിയ ഇന്ത്യ ഇപ്പോൾ സാധ്യതകളിൽ നിന്നാണ് നയങ്ങൾ രൂപപ്പെടുത്തുന്നത്. രാജ്യം വളർച്ചയ്ക്ക് പുതിയ വഴികൾ തുറന്നിട്ടുണ്ട്. മുദ്രാവായ്പകൾ വെറും മൈക്രോ ഫിനാൻസ് മാത്രമല്ല, സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ ഇന്ത്യയുടെ മെഗാ പരിവർത്തനത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ മറ്റൊരു നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. नवी मुंबई एयरपोर्ट पर भी 1997 से चर्चा शुरू हुई थी. 2007 में इसे मंजूरी मिली, लेकिन कांग्रेस की सरकार ने इस पर काम नहीं किया. हमारी सरकार ने
इस प्रोजेक्ट को भी तेजी से पूरा किया। वो दिन दूर नहीं जब नवी मुंबई एयरपोर्ट से कॉमर्शियल फ्लाइट्स भी शुरू हो जाएगी। ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും SIO കേരളയും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇന്ന് എന്തൊക്കെ പ്രതിഷേധമാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? കോഴിക്കോട് വിമാനത്താവളത്തിലെ ഉപരോധമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഒരു വശത്ത് പ്രതിഷേധവും മറുവശത്ത് ഈ നിയമത്തിൻ്റെ വഴിയും തേടാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ മറുവശത്ത് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വളരെ വിശദമായ വാദം തന്നെ ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആ കേസ് നടക്കുന്നുണ്ട്. ഇന്നും ആ കേസിലെ നടപടിക്രമങ്ങൾ തുടരും എന്നതാണ് ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്നത്. ഓരോ നിലപാടുകളും അവിടെ പ്രഖ്യാപിക്കുന്നു. കോടതി ട്രൈബ്യൂണൽ പലതരത്തിലുള്ള നിഗമനത്തിലേക്ക് ആദ്യഘട്ടങ്ങളിൽ എത്തുന്നു. പിന്നീട് വിശദമായ പഴയ രേഖകളുടെ അടക്കം പരിശോധന നടക്കും. ഇന്ന് പറവൂർ സബ് കോടതിയിലെ രേഖകളടക്കം അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അടക്കമുള്ളവ കോടതി പരിശോധിക്കും. ഇതിൻ്റെ ഒറിജിനൽ ആധാരങ്ങൾ എന്തൊക്കെയാണ് ആധാരത്തിൽ രേഖപ്പെടുത്തിയത് എന്നിവയൊക്കെ പരിശോധിക്കും. ഒപ്പം ഈ രേഖകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ളതാണോ അല്ലെങ്കിൽ ഈ കോളേജിന് ഇഷ്ടദാനമായി കൊടുത്തതാണോ സമ്മാനമായി കൊടുത്താണോ എന്നിവയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പരിശോധനകൾ തന്നെ തുടരും. എന്തായാലും ഈ വിവാദം പുറത്ത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ചട്ടങ്ങളും മറ്റുമൊക്കെ ആവേണ്ടതുണ്ട്. ഗസറ്റിൽ വിജ്ഞാപനവും ഒന്നും വരാ സാഹചര്യത്തിൽ പഴയ സാഹചര്യങ്ങളിൽ തന്നെ ഈ കേസ് ഇപ്പോഴും പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായ ദിനങ്ങളിൽ ഈ കേസ് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രൈബ്യൂണലിന്റെ തീരുമാനം. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യം. SFIO അന്വേഷണത്തിനെതിരെ CMRL നേരത്തെ നൽകിയ ഹർജിയിലും ഇന്ന് വാദം കേൾക്കും. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഈ ഹർജികളിൽ വാദം കേൾക്കുന്നത്. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയക്കുകയും മറുപടി സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് CMRLനായി ഹാജരാവുക. കുറച്ച് നാളുകൾ മുൻപ് എല്ലാവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ ആക്രമിച്ച സംഭവം. ആ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ബാന്ദ്ര കോടതിയിൽ 1000-ലധികം പേജുള്ള വിശദമായൊരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ജനുവരി 16-നാണ് രാവിലെ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് ആക്രമിക്കപ്പെട്ടത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 1000 പേജുള്ള വളരെ വിശദമായ ഒരു കുറ്റപത്രം. ഈ കേസിൽ ഇപ്പോൾ ഒരൊറ്റ പ്രതി മാത്രമാണ് ഉള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ജനുവരിയിലായിരുന്നു ഈ സെയ്ഫ് അലി ഖാന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായത്. അതും വീട്ടിൽ കയറി കത്തിക്കാട്ടി ഈ ആയനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിരുന്നു ആ ഒരു ആക്രമണ ശ്രമം ഉണ്ടായത്. അത് വലിയ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മാത്രമല്ല, സെയ്ഫ് അലി ഖാന് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അന്ന് സംഭവിച്ചത്. ഈ പ്രതി കത്തി കൊണ്ട് കുത്തിയ കത്തി കഷ്ണങ്ങൾ വരെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഏകദേശം 2 മില്ലിമീറ്ററെങ്കിലും താഴ്ന്നിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നാണ് അന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് സെയ്ഫ് അലി ഖാനെ കൊണ്ടെത്തിച്ച ഒരു ആക്രമണമായിരുന്നു. അന്ന് സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം ഇന്നലെ ബാന്ദ്ര കോടതിയിൽ സമർപ്പിച്ചത്. 1000 പേജുള്ള കുറ്റപത്രത്തിൽ വളരെ കൃത്യമായ വിശദാംശങ്ങളും വിവരങ്ങളും തെളിവുകളുമാണ് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിയുടെ വിരലടയാളം, ഒപ്പം തന്നെ കത്തി കഷ്ണങ്ങൾ, സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ കത്തി കഷ്ണങ്ങളും, ഒപ്പം ഈ പ്രതിയുടെ ഈ
സമീപത്ത് നിന്ന് കണ്ടെത്തിയ കത്തിയുടെ കഷ്ണങ്ങളും ഇത് രണ്ടും ഒരേ കത്തിയുടേതാണെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഫോറൻസിക് റിപ്പോർട്ട്, വിരലടയാള വിദഗ്ധരുടെ റിപ്പോർട്ട് ഇതൊക്കെ മാച്ചിങ് ആണ്. മാത്രമല്ല നിർണായകമായ CCTV ദൃശ്യങ്ങൾ, ഈ പ്രതി സൈഫ് അലി ഖാനെ ആക്രമിച്ചതിന് ശേഷം വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതാണ് ഈ കേസിന് വഴിത്തിരിവായതും പ്രതിയെ തിരിച്ചറിയാനും ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കാനും ഒക്കെ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങളാണ്. ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊക്കെ തെളിയിക്കാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല ഈ വീട്ടിൽ കയറി സൈഫ് അലി ഖാന്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത് ആയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ആക്രമണം നടന്നതും. അതിനുശേഷം സൈഫ് അലി ഖാനെ കുത്തി വീണ്ടും സൈഫ് അലി ഖാൻ രക്ഷപ്പെടാൻ വേണ്ടി വീടിന്റെ ബാത്റൂമിൽ കയറുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ പ്രതി പിന്നീടും വീണ്ടും കുത്തിയാണ് പരിക്കേൽപ്പിച്ചത്. 16ഓളം മുറിവുകളാണ് അന്ന് സൈഫ് അലി ഖാന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകളടക്കം ഇതൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞു, സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നിർണായകമാവുക. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസിൽ ഇനി തുടർ നടപടികൾ അത് വേഗത്തിലാകും. ശ്രീജ. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. AICC സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടരുകയാണ്. സബർമതി തീരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ 1700ഓളം നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ഇന്നലെ ചേർന്ന പ്രവർത്തക സമിതി ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയ DCC ശാക്തീകരണം സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമോ എന്നതാണ് നിർണായകം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രമേയങ്ങൾ ഇന്നലെ AICCയുടെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തെ തുറന്നെതിർക്കാനും നിയമപരമായി ചോദ്യം ചെയ്യുന്നവർക്ക് സഹായം നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. വഖഫ് നിയമം, മതപരിവർത്തന നിരോധന നിയമം തുടങ്ങിയവയിലും വിദേശ നയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം സമ്മേളനത്തിൽ പാസാക്കും. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇന്ന് ഷെയ്ഖ് ഹംദാൻ പങ്കെടുക്കും. പിന്നീട് അദ്ദേഹം മുംബൈ സന്ദർശിക്കും. വിചിത്രമായ നിബന്ധനകളാണ് കേരളത്തിലെ പാരാമെഡിക്കൽ തസ്തികകളിലേക്കുള്ള PSC പരീക്ഷയ്ക്ക് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. യോഗ്യത മാത്രം പോരാ, യോഗ്യതയ്ക്കൊപ്പം സർക്കാർ ആശുപത്രികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പോലും കഴിയുകയുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയം കണക്കിലെടുക്കാനാവില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് കാത്തലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് PSC സ്ഥിര നിയമനങ്ങൾ ആരംഭിച്ചത് 4 വർഷങ്ങൾക്ക് മുൻപാണ്. പരീക്ഷ എഴുതാനുള്ള മാനദണ്ഡങ്ങൾ ഇവയാണ്. +2 ബയോളജി സയൻസ് വിഷയത്തിൽ പാസ്സായിരിക്കണം. അംഗീകൃത കോളേജുകളിൽ നിന്നുള്ള പാരാമെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചിരിക്കണം. സംസ്ഥാന പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ. ഇതിനു പുറമെ സർക്കാർ ആശുപത്രിയിൽ നിന്നും 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം. പക്ഷേ സർക്കാർ മേഖലയിലെ പ്രവൃത്തി പരിചയം എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. 12 മെഡിക്കൽ കോളേജുകളിലും 17 ജില്ലാ ആശുപത്രികളിലുമായി കാത്തലാബ് ഡയാലിസിസ് സൗകര്യമുള്ള ചുരുക്കം ആശുപത്രികൾ മാത്രമാണുള്ളത്. അതിൽ തന്നെ താൽക്കാലിക തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതേസമയം ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി കോഴ്സുകളിൽ 1 വർഷം മാത്രം പഠിച്ചിറങ്ങുന്നത് 250-ലധികം വിദ്യാർത്ഥികളുമാണ്. അതിനാൽ തന്നെ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയത്തിന് അവസരം ലഭിക്കുക. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും മികച്ച സ്വകാര്യ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അവസരമില്ല. കേരളത്തിൽ DME നടത്തുന്ന DCVT അഥവാ ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള PSC എക്സാം എഴുതാൻ സാധിക്കുന്നില്ല. കാത്തലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അവർക്ക് 2 വർഷത്തെ ഗവൺമെന്റ് എക്സ്പീരിയൻസ് നിർബന്ധമാക്കിയത് മൂലമാണ് എക്സാം എഴുതാൻ സാധിക്കാതെ വരുന്നത്. എന്തെന്നാൽ മറ്റ് പാരാമെഡിക്കൽ, നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ബാധകമല്ലാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന കാത്തലാബ് ടെക്നീഷ്യൻ എക്സാം 2 വർഷത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം എന്നത് ഒഴിവാക്കി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് വിരാമമിടണം. അത് അത്യാവശ്യമാണ്. വർഷങ്ങളായി സർക്കാർ ആശുപത്രികളിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് മാത്രം അവസരം നൽകി ഇവരെ സംരക്ഷിക്കാനാണ് ഇത്തരം നിബന്ധന വെച്ചിരിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. ഇതുകൊണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് അവസരം നഷ്ടമാവുന്നത്. കേരള പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനും അംഗീകൃത സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇങ്ങനെ വിവേചനം നേരിടുന്നത്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വ്യാജരേഖകൾ ചമച്ച് കേരള സ്റ്റേറ്റ് അമച്വർ ബോക്സിംഗ് അസോസിയേഷൻ പിടിച്ചെടുത്തെന്ന് പരാതി.
ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊല്ലം വെസ്റ്റ് പോലീസ് 22 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹികൾക്കെതിരെയാണ് കേസ്. 2018 ബോക്സിംഗ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനുശേഷം ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് അസോസിയേഷനെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സസ്പെൻഡ് ചെയ്തു. ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ CB റെജി രോഗബാധിതനായതിനെ തുടർന്നാണ് കണക്ക് ഹാജരാക്കാൻ കഴിയാത്തതെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇദ്ദേഹം മരണപ്പെട്ടതിനു ശേഷമാണ് വ്യാജരേഖകൾ ചമച്ച് പ്രതികൾ അസോസിയേഷൻ കൈയടക്കിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. പുതിയ സംഘടന ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 2004 രജിസ്റ്റർ ചെയ്ത സംഘടന, അതിനുശേഷം സെക്രട്ടറിയാണ് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ വർഷാവർഷം കണക്കുകൾ കൊടുക്കുകയോ കാര്യങ്ങളൊന്നും അല്ല, ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സ് നടന്നിട്ടില്ലായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെ സംഘടനയുടെ രജിസ്ട്രേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്, അതായത് വ്യാജരേഖകൾ, ഈ കാണുന്ന ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് അവർ പുതുക്കി. ഇതേ രേഖകൾ ഉപയോഗിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരവും നേടി. ഇവരിൽ ചിലർ സ്പോർട്സ് കൗൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയിലും ഇടം പിടിച്ചു. അവരുടെ നേതൃത്വത്തിലാണ് ഈ മാസം 12-നും 13-നും നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഇത് നിയമവിരുദ്ധവും യോഗ്യരായ കുട്ടികളുടെ അവസരം നിഷേധിക്കുന്നതുമാണെന്നാണ് പരാതിക്കാരുടെ ആരോപണം. ന്യൂസ് 18. വിവാദ പ്രസ്താവനയുമായി നടൻ സലീം കുമാർ. പെൺകുട്ടികൾ മുഴുവൻ ഫോണിൽ സംസാരിച്ചാണ് നടക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ ഇത്രയും പറയാനുള്ളത്? ഒരു വിഭാഗം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, ഒരു വിഭാഗം മയക്കുമരുന്നിന് അടിമകളാണ്. നല്ല വിത്തുകളൊന്നും ഇവിടെയില്ല. പഴനിയിലും ശബരിമലയിലുമൊക്കെ ചെയ്യേണ്ട പൂജകൾ സ്ത്രീകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ചെയ്യുന്നതെന്നും സലീം കുമാർ പറഞ്ഞു. കോഴിക്കോട് DCC സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിലായിരുന്നു നടന്റെ പരാമർശങ്ങൾ. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂലേ ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് പറയണത്? ആരോടാ പഠിക്കുന്ന പിള്ളേരാണ്? സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 58ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമരം ഒത്തുതീർപ്പാക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് സാംസ്കാരിക നായകരെയും ചലച്ചിത്ര താരങ്ങളെയും ഉൾപ്പെടുത്തി ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് നടയിൽ പൌരസാഗരം സംഘടിപ്പിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് ആശാവർക്കർമാർ നൽകിയിരിക്കുന്ന ആഹ്വാനം. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നപരിഹാരത്തിനായി ആരോഗ്യമന്ത്രിയുമായി വീണ്ടും മധ്യസ്ഥ ചർച്ച നടത്തുമെന്ന സൂചനയും ഇതിനിടെ വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവും. മാലിന്യ സംസ്കരണ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലെയും പ്രശ്ന പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. കൊല്ലം കൊട്ടിയം സ്വദേശിനിയായ സുനിതയ്ക്ക് ഇന്ന് 53ാം പിറന്നാളാണ്. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്തുക്കളായ ജയന്തിയും സനോജയുമാണ്. അപ്പോൾ അവർക്കൊപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശികളായ ഗോപന്റെയും സരിതയുടെയും 18ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ന്യൂസ് 18 ഹൗസ് കീപ്പിംഗ് ടീമിലെ അംഗമാണ് സരിത. സരിതയ്ക്കും ഗോപനും ഞങ്ങളുടെ ഒക്കെ ന്യൂസ് 18 കുടുംബത്തിന്റെ മുഴുവൻ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ അങ്ങനെ നിങ്ങൾക്കും എത്താം. ചെയ്യേണ്ടത് 9346975748 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതിനുള്ള വാട്സ്ആപ്പ് ഫോർമാറ്റ് ഇങ്ങനെയാണ്: സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. രാവിലെ അപ്പോൾ തൽക്കാലം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. പതിവ് പോലെ 8 മണിക്ക് പോലീസ് പട്രോളുമായി ടോം കുര്യാക്കോസ് ചേരും. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളുമായി മടങ്ങിയെത്തും. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ.
അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന്